ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോംലി സ്റ്റോറീസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഹെയർ കളർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്ട്രീക്സിൻ്റെ അൾട്രാ ലൈറ്റ്സ് ഹൈലൈറ്റിംഗ് കിറ്റാണ്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് കോഫി കളക്ഷൻ്റെ ക്യാപ്പച്ചിനോ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ്. അതിൻ്റെ ബാക്കിൽ തന്നെ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ആണ് എഴുതിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ MRP കൊടുത്തിട്ടുണ്ട് 175 റുപ്പീസാണ്. അപ്പോൾ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് 2 കണ്ടീഷണറിൻ്റെ സാഷയിലുണ്ട്. പിന്നെ സ്റ്റെപ്പ് 1നുള്ളത് സെപ്പറേറ്റ് ആയിട്ടും സ്റ്റെപ്പ് 2നുള്ളത് സെപ്പറേറ്റ് ആയിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ കയ്യിലിടാൻ ഗ്ലൗസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവലും ഉണ്ട്. ഇത് ഹൈലൈറ്റിംഗ് കിറ്റാണ്. അതായത് ഫുൾ ഹെയർ നമുക്ക് ഹെയർ കളറിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. കുറച്ച് മുടി എടുത്തിട്ട് മാത്രം കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. സ്ട്രീക്സിൻ്റെ ഈ ഹൈലൈറ്റിംഗ് കിറ്റ് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്തത് സോഫ്റ്റ് ബ്ലോണ്ട് എന്ന് പറയുന്ന കളറാണ്. ഒരു ബ്യൂട്ടിഫുൾ കളറായിരുന്നു കേട്ടോ. അതൊരു 4 മന്ത്സ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളത് ഡെയിലി ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കളർ പ്രൊട്ടക്റ്റൻ്റ് ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് സെക്കൻഡ് കിറ്റാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ എടുക്കാം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. 2 സ്റ്റെപ്പിലും യൂസ് ചെയ്യാൻ സെപ്പറേറ്റ് ബ്രഷും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം അവർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ കൺഫ്യൂഷനൊന്നും വരില്ല. പിന്നെ യൂസർ മാനുവലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതാ സ്റ്റെപ്പ് 1 എങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് 2 എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര നേരം കഴിഞ്ഞിട്ടാണ് കഴുകിക്കളയേണ്ടത് ഒക്കെ വിശദമായിട്ട് യൂസർ മാനുവലിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 1ൻ്റെ കിറ്റ്. അതിനകത്ത് 2 സാഷയിലും പിന്നെ ഒരു ബ്രഷും ഉണ്ട്. ഇത് സ്റ്റെപ്പ് 2 ആണ്. ഇതിനകത്തും 2 സാഷയിലും ഒരു ബ്രഷും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെപ്പ് 1ൻ്റെ 2 സാഷയിലും ഒരു ഗ്ലാസ് ബൗളിൽ എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. മിക്സ് ചെയ്യാൻ നേരം ഗ്ലാസ് ബൗൾ തന്നെ എടുക്കാൻ നോക്കുക. സ്റ്റീൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മെറ്റൽ പാത്രങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് സ്റ്റെപ്പ് 1ലെ ബ്രഷ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഈ ബ്രഷ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ബ്രഷ് മുടി ഇതിനകത്ത് കുരുങ്ങി പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റെപ്പ് 2ൽ ഒരു ബ്രഷ് ഉണ്ട്, അതുപയോഗിച്ചാൽ നന്നായിരിക്കും. ഇത് നമ്മൾ ഒരു 1 മിനിറ്റൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെയർ കളർ ചെയ്യാൻ താല്പര്യമുള്ളതിനനുസരിച്ച് ഹെയർ കളർ ചെയ്യാം. ഗ്ലൗസ് ഇട്ടതിന് ശേഷം ഹെയർ കളർ ചെയ്യാം. ഞാനെങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ മുടി ഇടയ്ക്കുന്ന് കുറച്ച് മുടി എടുത്തിട്ട് അത് മാത്രം ഫുൾ ലെങ്ത് കളർ അപ്ലൈ ചെയ്യുക ചെയ്തത്. 1/2 അവർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നന്നായി ഒരു മൈൽഡ് ഷാമ്പൂ അവർ തന്നിരിക്കുന്ന കണ്ടീഷണറുണ്ട്, അതിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞ് നന്നായി മുടി ഉണക്കിയതിന് ശേഷം സ്റ്റെപ്പ് 2 ഇതേമാതിരി തന്നെയാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുക. വീണ്ടും 30 മിനിറ്റ്സിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പൂ അവർ തന്നിരിക്കുന്ന കണ്ടീഷണർ വെച്ച് നന്നായി കഴുകി എടുക്കുക. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. കളർ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഹോംലി സ്റ്റോറീസ്. ബൈ ബൈ, ടേക്ക് കെയർ.